കണ്ണൂരിൽ ഇന്ന് പുലർച്ചെയും ബി.ജെ.പി. സി.പി.എം സംഘർഷം. നിരവധി വീടുകൾ ആക്രമിച്ചു. 5ഇടത്ത് ബോംബേർ. അക്രമം അടിച്ചമർത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാസർഗോഡ് നാരായണൻ വധക്കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കൊടകര അഭിലാഷ് വധത്തിൽ 6ാം പ്രതി പിടിയിൽ. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ അംഗീകരിച്ചു. അംഗീകാരം നൽകിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ എതിർപ്പ് മറികടന്ന്. സംവരണ തത്വം പാലിക്കണമെന്ന ഭേദഗതിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. സാംസ്കാരിക ഘോഷയാത്രയോടെ ഓണം വാരാഘോഷത്തിന് സമാപനം. പുലിക്കളി ആവേശത്തിൽ തൃശൂർ. ആറന്മുളയിൽ ഉത്രട്ടാതി വള്ളംകളി. കാസർകോട് കോടാമ്പേളൂരിൽ സി.പി.എം പ്രവർത്തകനെ വെട്ടിക്കൊന്ന കേസിൽ മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘർഷ പ്രദേശം ഉത്തരമേഖല എ.ഡി.ജി.പി. ശങ്കർ റെഡ്ഡി സന്ദർശിച്ചു. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി സമാധാന യോഗം തീരുമാനിച്ചു. സി.പി.എം ബി.ജെ.പി. സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണ് കാഞ്ഞങ്ങാട് ആർ.ഡി. ഓഫീസിൽ സർവകക്ഷി സമാധാന കമ്മിറ്റി യോഗം ചേർന്നത്. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു. സി.പി.എം ബി.ജെ.പി. പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വീട് കയറിയിട്ടുള്ള അക്രമങ്ങൾ, തുടർന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതിനെയും യോഗം പൂർണ്ണമായിട്ടും അപലപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കുറെ കൂടെ ശക്തമായ പോലീസ് പെട്രോളിങ്ങും സംഭവതികളെ സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ആവശ്യമായിട്ടുള്ള നടപടികളും പോലീസിന് സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. കോടമ്പേളൂർ കാലിച്ചാനൊടുക്കം കായക്കുന്നിൽ സി.പി.എം പ്രവർത്തകൻ നാരായണനെ വെട്ടിക്കൊന്ന കേസിലെ 1ാം പ്രതി കായക്കുന്നിലെ ശ്രീനാഥിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതി പുഷ്പൻ പോലീസ് കാവലിൽ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാൾ ആശുപത്രി വിട്ടാൽ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. തിരുവോണനാളിൽ വൈകിട്ടാണ് നാരായണൻ കായക്കുന്നിൽ വെട്ടേറ്റ് മരിച്ചത്. നാരായണന്റെ സഹോദരൻ അരവിന്ദാക്ഷന് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് കൊളവയിൽ കാറ്റാടിയിലേക്കും സംഘർഷം വ്യാപിച്ചിരുന്നു. ഈ സംഭവത്തിൽ 9 പേർക്ക് വെട്ടേറ്റു. ഇതിനെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ സി.പി.എം ബി.ജെ.പി. പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷബാധിത മേഖലകളിൽ ശക്തമായ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകരെയും പ്രദേശങ്ങളും സി.പി.എം ബി.ജെ.പി. നേതാക്കൾ സന്ദർശിച്ചു. മീഡിയ 1 കാസർകോട്. കണ്ണൂരിൽ സി.പി.എം ബി.ജെ.പി. സംഘർഷം തുടരുകയാണ്. 3 സി.പി.എം പ്രവർത്തകരുടെയും 2 ബി.ജെ.പി. പ്രവർത്തകരുടെയും വീടുകൾക്ക് നേരെ അക്രമമുണ്ടായി. കണ്ണൂരിലെ പള്ളിയാമൂല, അമ്പാടിമുക്ക് എന്നിവിടങ്ങളിൽ 5 തവണ ബോംബേറുണ്ടായി. ചക്കരക്കല്ലിൽ ബോംബുമായി സി.പി.എം പ്രവർത്തകൻ സനോജിനെ പോലീസ് പിടികൂടി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. നാളെ കലക്ടറുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് എന്റെ അതിഥികളായുള്ളത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ബി.ജെ.പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം, എന്നോടൊപ്പം ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. തേജസിന്റെ എഡിറ്റർ എൻ.പി. ചേക്കുട്ടി, കോഴിക്കോട്ട്. സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ എം.വി. ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ഒപ്പം തന്നെ ഡെക്കാൻ ക്രോണിക്കലിന്റെ സീനിയർ എഡിറ്റർ ശ്രീ കെ.ജെ. ജേക്കബ് കൊച്ചിയിൽ നിന്നും ചർച്ചയിലുണ്ടാകും. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ഇതിനു മുൻപും പല തവണ പല സമയങ്ങളിലായി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അക്രമ പരമ്പരകളുടെ ഒരു തുടർച്ച മറ്റ് ജില്ലകളിൽ ഉണ്ടാകുന്നത് അത്ര സാധാരണയായി കാണുന്ന കാര്യങ്ങളല്ല. ഈ അക്രമ സംഭവങ്ങളിൽ നിങ്ങളുടെ പാർട്ടിക്കും ജില്ലാ നേതൃത്വത്തിനുമെല്ലാം ഉത്തരവാദിത്തമില്ലേ, സി.പി.എമ്മിനെ പോലെ തന്നെ? അല്ല, ഇതിലിപ്പോൾ ഈ അക്രമങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ ശക്തമായി നേരിടണം. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടികളായാലും, കോൺഗ്രസ് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും ഈ അക്രമത്തിൻ്റെ, രാഷ്ട്രീയ അക്രമത്തിൻ്റെ ജനുസുകൾ എന്തുകൊണ്ടോ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തകന്മാരിലേക്ക് വിടുന്നു, സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകുമ്പം ബി.ജെ.പി. ഇപ്പോൾ ആരോപിക്കുന്നു, ഞങ്ങളുടെ ഒരു ബലമായ വിശ്വാസം, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അത് പറയുന്നത്. സി.പി.എം വിട്ട് ധാരാളം ആളുകൾ പോകുന്നു, അത് തടയാൻ വേണ്ടി അക്രമത്തിന് അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നാണ് പൊതുവിലെ പാർട്ടിയുടെ വിലയിരുത്തൽ. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ അക്രമരാഷ്ട്രീയം നടക്കുന്നു?
ഇന്ത്യയിലെ മറ്റ് വർഗീയ കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്, ജാതി പേരിലുണ്ടാവാറുണ്ട്, പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ അക്രമരാഷ്ട്രീയം. ഇപ്പോൾ BJPക്ക് ശക്തിയുള്ള, ഞങ്ങൾ കേരളത്തിലെ ഒരു മൂന്നാമത്തെ കക്ഷിയാണ് ജന പിന്തുണ കൊണ്ട്. ഞങ്ങൾക്ക് 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ ഒരു സംസ്ഥാനത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അങ്ങനെയുള്ള ആളുകളെ, രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്, അപ്പം ഉടനെ മറ്റ് വർഗീയമോ മറ്റ് ജാതി സമുദായ പ്രശ്നങ്ങളല്ല, ഈ പൊളിറ്റിക്കൽ ക്ലാഷസ് അവിടെ ഇവിടെ ഉണ്ടാകുന്ന, ഈ നിലയ്ക്കുണ്ടാകുന്നതായിട്ട് എവിടെയും കാണാൻ സാധിക്കില്ല. വൈ ദിസ് ഈസ് ഇൻ കേരള? അതുകൊണ്ടാണ് ഞാൻ ജനുസുകളെന്ന് പറഞ്ഞത്. അവിടെ അത് പറയുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ളതിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളിപ്പോൾ ഒരു 10-30 കൊല്ലമായിട്ട് ഞങ്ങളുമായിട്ടാണ് മെയിൻ, ഞങ്ങൾ പിന്നെ കൊടുക്ക വാങ്ങലുകളൊക്കെ ഉണ്ട് പക്ഷെ അത് വരുന്ന സമയത്ത് ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? 48 മുതലുള്ള സംഭവങ്ങൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുവന്നിരിക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞത്, കണ്ണൂരിൽ അക്രമം അവസാനിപ്പിക്കണമെങ്കിൽ RSS പ്രവർത്തകർ ആയുധം താഴെ വെക്കണം. കാരണം ഈ അക്രമം തുടങ്ങി വെച്ചത് അവരാണ്. അദ്ദേഹത്തിനോട് എനിക്ക് അദ്ദേഹത്തിന് അജ്ഞതയല്ല, അദ്ദേഹത്തിന് അറിയാം ഇതെല്ലാം. അദ്ദേഹം അത്തരം കാര്യങ്ങളൊന്നും മോശക്കാരനായ ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നേതൃനിരക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് പരിഹരിക്കുന്നതാണ് നല്ലത്. കാരണം അക്രമം കൊണ്ട് ഒരു പാർട്ടി വളരാൻ പോകുന്നില്ല. അക്രമം ഒന്നിനും പരിഹാരമാർഗമല്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു MLA ഒന്നുമില്ലാത്തൊരു പാർട്ടി ഞങ്ങളെ ഇല്ലാതാക്കാൻ CPM വിചാരിച്ചിട്ട് എത്രയോ സാധിക്കുന്നു. CPM ഇല്ലാതെ ഞങ്ങൾക്ക് സാധിക്കുമോ? അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ അക്രമമാണ് മാർഗം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതിൽ BJPയുടെ ചുമതലപ്പെട്ട ആളെന്നുള്ളതിൽ CPMനാണ്. കാരണം കേരളത്തിൽ നടന്ന കഴിഞ്ഞ 50-60 കൊല്ലത്തെ അക്രമരാഷ്ട്രീയങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ഓരോന്നും എടുത്തു വെച്ച് പരിശോധിച്ചോട്ടെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് 90% കേസുകൾ CPM ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ CPM നേതൃത്വം ചിന്തിക്കണം എന്നാണ് ഞാനൊരു BJP എന്നുള്ള നിലക്ക് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ MP ഗോവിന്ദൻ, ഇവിടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ അവർ ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ നിൽക്കുന്ന പാർട്ടിയാണ്. ഇവിടെ വലിയ ജനപിന്തുണയുള്ള CPMനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിൽക്കുന്നിടത്ത് എന്തുകൊണ്ട് ഇത്തരം അക്രമ രാഷ്ട്രീയം ഉണ്ടാകുന്നു? അതിൽ CPMന് പങ്കുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ശ്രീ MP ഗോവിന്ദൻ, താങ്കളുടെ മറുപടി, വിശദീകരണം. BJPക്കാർ ഇപ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശ്രീധരൻപിള്ള പറയുമ്പോൾ തന്നെ അതിന് വേണ്ടത്ര ഉറപ്പില്ല, അദ്ദേഹം അങ്ങനെ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് CPIMൽ നിന്ന് വലിയ ഒഴുക്ക് പ്രത്യേകിച്ച് അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ് BJPക്കാർ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുന്നത്. എവിടെയാണ് ഈ ഒഴുക്കുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമൊന്നും അവർ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നില്ല. ഇവിടെ കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ ഞങ്ങളുടെ 4 പ്രവർത്തകരെ മൃഗീയമായിട്ട് വെട്ടിക്കൊന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് സഖാവ് നാരായണനെ ഓണ ദിവസം മൃഗീയമായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. അപ്പം തന്നെ മരിക്കുകയാണ് അവിടെ. കാരണം ആ രീതിയിലുള്ള ആയുധമാണ് ഉപയോഗിക്കുന്നത്. പുറത്ത് പരിക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ഉൾഭാഗം മുഴുവൻ, ആന്തരിക അവയവങ്ങൾ മുഴുവൻ തകർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് C. നാരായണനെ മൃഗീയമായിട്ട് കൊന്നത്. അത് പോസ്റ്റ്മോർട്ടത്തിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഞങ്ങൾ കണ്ടതാണ്. കാണുമ്പോൾ ഒരു പെന്ന് കടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ദ്വാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ അനിയനെയും അങ്ങനെ തന്നെയാണ് ആക്രമിച്ചത്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നത് കൊണ്ട് ഞങ്ങൾ പ്രകോപനമാവുന്നു, എന്നിട്ട് സംഘർഷം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആര് സംഘർഷം ഉണ്ടാക്കിയെന്ന ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി, ഫഹദ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയെ പിരിയക്കടുത്ത് സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരിയോടൊപ്പം പോകുമ്പോൾ മൃഗീയമായിട്ട് വലിച്ചഴച്ച് പുറത്തു കൊണ്ടുപോയിട്ട് ആ റോഡിൻ്റെ താഴത്തേക്ക് കൊണ്ടുപോയി കാട്ടിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കഴുത്തറത്ത് കൊല്ലുകയാണ്. എന്നിട്ട് BJPക്കാർ പറയുന്നത് അതൊരു ഭ്രാന്തനാണെന്ന്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോൺ സന്ദേശങ്ങളും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയപ്പോൾ ശശികല ടീച്ചറുടെ പ്രസംഗമാണ് ഒരുതരം മതഭ്രാന്താണ്, വർഗീയ ഭ്രാന്ത്. ആ വർഗീയ ഭ്രാന്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചെറിയ 9 വയസ്സ് പ്രായമുള്ള 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ മൃഗീയമായിട്ട് കൊല ചെയ്തത്. അതേപോലെ തന്നെ മുരളി എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കന്മാർ ഉള്ള ഒരു കേന്ദ്രത്തിലാണ് മുരളിയെ കൊലപ്പെടുത്തുന്നത്. ആ മുരളി യഥാർത്ഥത്തിൽ ആശുപത്രിയിൽ കിടന്നു അതിന് മുമ്പ് കുറച്ച് അക്രമത്തിൻ്റെ ഭാഗമായിട്ട്. തുടർന്ന് വീണ്ടും ഡിസ്ചാർജ് ചെയ്തു പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ ദിവസം കഴിഞ്ഞപ്പോൾ ആ മുരളിയെ ബൈക്കിൽ വന്ന ആളുകൾ മൃഗീയമായിട്ട് തടഞ്ഞു വെച്ച് കൊല്ലുന്ന നില ഉണ്ടായി. അതുപോലെ തന്നെ ഷെറീഫിനെ കൊന്നു പണത്തൂര്. ഈ 4 കൊലപാതകങ്ങളും സംഘടിപ്പിച്ചത് ഏകപക്ഷീയമായിട്ട് BJPയാണ്. ഒരു സംഘർഷത്തിന് ശ്രീ NP ചെക്കുട്ടി, ഇവിടെ നമ്മൾ
ഈ സംഘർഷത്തിൽ ഇരുഭാഗത്തുമുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ പറയുന്നത് കേട്ടു. രണ്ടുപേരും ഇവിടെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വസ്തുത ഇതാണ്, ഇവിടെ അക്രമ രാഷ്ട്രീയം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുമപ്പുറം കണ്ണൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അക്രമത്തിന്റെ വാർത്തകൾ ഇന്ന് മറ്റു ജില്ലകളിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ മറ്റു പലയിടങ്ങളിലും സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ്, എന്ത് പുതിയ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, വരാൻ പോകുന്ന പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് ഉണ്ടാകാവുന്ന സംഘടനാപരമായ നിലപാടുകൾ ശക്തിപ്പെടുത്താൻ, അണികളെ ഊർജിതമാക്കാനൊക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ സംഘർഷങ്ങൾ സംഘടിതമായിട്ട് മുന്നോട്ട് പോയതായിരിക്കണം. കാരണം എല്ലായ്പ്പോഴും പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു കൺഫ്രണ്ടേഷന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യമാണ്, കൂടുതൽ അണികളെ ശക്തിപ്പെടുത്താൻ സാധ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട കാര്യം, CPM-ൽ നിന്ന് അണികളൊക്കെ ഒഴുകിപ്പോകുന്നത് കൊണ്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് പാർട്ടി ഏകപക്ഷീയമായിട്ട് അക്രമങ്ങൾ കുത്തിപ്പൊക്കുകയാണ് എന്ന ശ്രീധരൻപിള്ളയുടെ ആർഗ്യുമെന്റ് ശരിയല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4-5 ദിവസത്തിനകമല്ല ഈ പറയുന്ന രാഷ്ട്രീയ അക്രമങ്ങൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ മലബാറിലെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം, ഒരു 25 കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ണൂരിലും പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് അണികളൊക്കെ ഒഴുകിപ്പോകുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ പോലും ബാക്കി ഉണ്ടാവുന്നില്ല. എല്ലാ ആളുകളും RSSലോ പിന്നെ BJP-ലോ എത്തേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു അക്രമ പരമ്പരയായിട്ടാണ് ഇത് കാണേണ്ടത്. അതിനകത്ത് ബോധപൂർവമുള്ള ചില ആസൂത്രണമുണ്ട്. അത് രണ്ട് കക്ഷികളും ഇത് ഉത്തരവാദികളാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സംഘപരിവാറിന്റെ ഒരു ട്രാപ്പിലേക്ക്, അവർ ഉയർത്തിയ ഒരു ചതിക്കുഴിയിലേക്ക് നടന്നു പോവുകയാണോ എന്ന് സംശയിക്കണം. കാരണം ഈ അക്രമത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിന് വളരെയേറെ ദോഷം ചെയ്യാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. KJ ജേക്കബ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറഞ്ഞ ആസൂത്രിതമായ അക്രമങ്ങളാണ് ഈ നടക്കുന്നതെന്നാണ്. നിരോധനാജ്ഞ നിലനിൽക്കുമ്പോഴും പോലീസ് കാവലിരിക്കുമ്പോഴും ബോംബേർ ഉണ്ടാകുന്നു, കത്തിക്കുത്തുണ്ടാകുന്നു, വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ആശ്ചര്യപ്പെടേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. താങ്കൾ ഈ സംഭവങ്ങളെ ഒന്നാകെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ എന്താണ്? പോലീസ് സംവിധാനം കാര്യക്ഷമമായി ഇതിൽ ഇടപെടാൻ, തടയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ശ്രീ ജേക്കബ്, ഇതില് പോലീസിന് അക്രമം നടന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ? ഹലോ, കേൾക്കാമോ? 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 കേൾക്കാം. ഐ ക്യാൻ ഹിയർ യു. കേൾക്കാമോ? ഓക്കെ. പോലീസിന് ഇത് ആസൂത്രിതമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ ഇടപെടാവുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിനെ പോലീസിന് തടയാൻ പറ്റും. പക്ഷെ പ്ലാൻഡ് ആയിട്ട് കൊലപാതകങ്ങൾ നടത്തുന്നതിനെ പോലീസിന് ഒരിക്കലും തടയാൻ പറ്റില്ല. പോലീസിന് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആ കേസുകൾ കാര്യക്ഷമമായിട്ട് അന്വേഷിക്കുക, അതിലെ ശരിയായ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ചെക്കുട്ടി മാഷ് പറഞ്ഞതുപോലെ 25 വർഷമൊന്നുമല്ല, എനിക്കൊന്ന് 70-കൾ തുടങ്ങി കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. 90-കളിൽ അതൊരു 91-ലൊക്കെ അത് 90-കളുടെ ആദ്യമൊക്കെ അത് പീക്കിലെത്തിയിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോർ ഉണ്ടെന്നത് പോലെയൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത്രയധികം ഭീകരമായിട്ട് കൊലപാതകങ്ങൾ കണ്ണൂർ നടന്നിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യത്തിൽ കൂടി ഉള്ളത്, എനിക്ക് ചേക്കുട്ടി ഭാഷ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടി എനിക്ക് അതിനകത്ത് യോജിക്കാനുണ്ട്. കാരണം ഇത് CPM ഒരു ട്രാപ്പിലേക്ക് നടന്നെടുക്കുന്നത് പോലെയാണ് എനിക്കും തോന്നുന്നത്. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ കേരളത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ഒരു കണക്ക് എടുക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ മെയ്യിൽ വരെ 28 ആൾക്കാർ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അതിൽ 14 പേര് CPM-ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. 8 പേര് BJP, ഹിന്ദു ഐക്യവേദി, BMS. ഇതാണ് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നഷ്ടപ്പെടുന്ന ആളും CPM-കാർ തന്നെയാണ്. അപ്പം പക്ഷേ ഏറ്റവും വലിയ കൊലയാളി പാർട്ടി എന്നുള്ള പേര് CPM-ന് കൃത്യമായി ചാർത്തി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ 2 ഇലക്ഷൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് നിയമസഭാ ഇലക്ഷനും ഉണ്ട്. ഈ ഇലക്ഷന് തൊട്ടു മുമ്പിൽ വീണ്ടും
CPM ഈ കൊലപാതകത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഈ കളിക്ക് നിന്നു കൊടുക്കുകയാണ് എങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് മൊത്തം എല്ലാവരും BJPക്കും കോൺഗ്രസിനും CPM ഇത് പറയുമ്പം ഒരു പാർട്ടിയുടെ മാത്രം നഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് ഈ കളിയിലേക്ക് CPMനെ പോലെ ഇത്രയധികം ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി നിന്നു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ കളിയോടെ നിൽക്കാൻ പോകുന്നില്ല. ഇത് നമുക്ക് എല്ലാവർക്കും നഷ്ടമാകുന്ന ഒരു ലൂസ് ഓൾ ഗെയിം ആയിരിക്കാനാണ് സാധ്യത. ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം എനിക്ക് തോന്നുന്നത് CPMന് തന്നെയാണുള്ളത്. ഇത് അവർക്കൊരു റൈറ്റ്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ഞാൻ ഒരിക്കലും ഇത് ഈ അക്രമ രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ള കൊലപാതകങ്ങളുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം തന്നെ KJ ജേക്കബ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അത് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമാണ്, ഞാൻ ആ കണക്കുകൾ എടുത്തിട്ടില്ല. എങ്കിൽ പോലും 2014 ജൂൺ 19 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ അറിയിച്ചതനുസരിച്ച് UDF സർക്കാർ 2011 മെയ്യിൽ അധികാരത്തിൽ വന്ന ശേഷം ആകെ 18 രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നടന്നിട്ടുള്ളതിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ നഷ്ടപ്പെട്ടുള്ളത് നിങ്ങൾ കൊലയാളി സംഘടന എന്ന് പറയുന്ന CPMൽ നിന്നാണ്. ഞാൻ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും താങ്കളുടെ ശ്രദ്ധയിലേക്ക്, ഇത് ആസൂത്രിതമായാണ്, ഇതിൽ വളരെ വലിയൊരു പ്ലാനിംഗ് നടക്കുന്നുണ്ട് എന്ന വിമർശവും എന്ന നിരീക്ഷണവും ധാരാളമായി വരുന്നുണ്ട്. പ്രാദേശിക നേതൃത്വവും നേതൃതലത്തിലുമുള്ള അറിവ് കൂടാതെ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തർക്കും ഇല്ലേ? അല്ല ഗോപി, ഇത് പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞതിനോടൊന്നും യോജിക്കുന്നില്ല. ഇപ്പം വെള്ളികുളങ്ങര സംഭവം എനിക്കതറിയാവുന്ന, കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ വെള്ളികുളങ്ങര 8 കൊല്ലം മുമ്പുള്ള ഒരു മർഡർ കേസ് തൃശ്ശൂർ പോയി വിസ്തരിച്ചതാണ്. CPMൻ്റെ ഒരു നേതാവിനെ ഞാൻ സാക്ഷിയായിട്ട് ക്രോസ് എക്സാമിനേഷൻ നടത്തിയതാണ്. ഞാൻ എലിസിറ്റ് ചെയ്ത്, കോടതി എലിസിറ്റ് ചെയ്യാണ്ട് എനിക്ക് അളവ് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എലിസിറ്റ് ചെയ്ത അവസരത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് മദ്യം, ഇതിന് കോടാലി എന്ന് പറഞ്ഞ സ്ഥലം 4 കിലോമീറ്റർ അപ്പുറത്ത് പോയി മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് DYFക്കാർ കഴിച്ച് അതിനെ തുറന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് മൂപ്പൻസിൻ്റെ കോളനി എന്ന് പറഞ്ഞ് BJPക്കാരുടെ കോളനി പോയി ചെയ്തൊരു സംഭവമാണ്, ആസൂത്രിതമാണെന്ന് അതിൽ വന്നു. തെളിവിൽ കൊണ്ടുവന്ന കാര്യമാണ് ഇപ്പോൾ. ഞാനതിനെ കുറ്റപ്പെടുത്താനല്ല. ഇത് ഒരേ ഈ 2 ഭാഗത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ വെള്ളിക്കുളങ്ങര അദ്ദേഹം പറഞ്ഞല്ലോ, വെള്ളിക്കുളങ്ങര സംഭവത്തിന് എന്താ കാരണം? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ? ഡ്രഗ്സ് കഴിക്കുന്ന ചെറുപ്പക്കാരുടെ സെറ്റ് അവർ പോകുമ്പോൾ ഇവരെ BJPയുടെ ആളിനെ ഉണ്ടായി സംഭവം. അതുപോലെ ജയരാജൻ്റെ ഇന്നലെ പറഞ്ഞ എന്താ, ഒരു പെണ്ണിനെ കമൻ്റ് അടിച്ചതിൻ്റെ പേരിലുണ്ടായ സംഭവം എന്നാണ് പറയുന്നത്, കണ്ണൂരിലെ സംഭവത്തെപ്പറ്റി പറഞ്ഞു. ഇത്തരം സംഭവങ്ങളാണ്. ഇത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേതൃത്വങ്ങൾ ഇതിൽ പെടുന്നോ അല്ല എല്ലാം പ്ലാൻ ചെയ്ത് സ്റ്റേറ്റ് ലെവലിലാണോ എന്നുള്ളത് എനിക്ക് അങ്ങനെയുള്ളൊരു ആസൂത്രിതമായി TP ചന്ദ്രശേഖരൻ മതം പോലെന്നുള്ള നടനമായിട്ട് ഞാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മളൊരു BJP ഒരു ദേശീയ കക്ഷിയാണല്ലോ, ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കണം എന്നൊരു ചിന്തയോടുകൂടി ഞങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലത് ചെയ്യണ്ടേ? എവിടെയെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? വൈ ദിസ് ഈസ് എലോൺ ഇൻ കേരള? അവിടെയാണ് ഞാൻ ജനുസുകളെ പറ്റി പറയാൻ ഇടയായിട്ടുള്ളത്. അവിടെ വരുമ്പോഴാണ് ഒരു പാർട്ടിക്കും ഇപ്പം കണ്ണൂർ ജില്ലയുടെ പറഞ്ഞ മോയത്ത് ശങ്കരനെ എന്തിനാണ് കൊന്നത്? കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയപ്പോൾ കോൺഗ്രസ്സുകാർ കൊന്നു. കേളപ്പിജയെ കൊല്ലാൻ എന്തിനാണ് പ്ലാൻ ചെയ്തത്? എങ്ങനെയാണ് കേരളത്തിലെ CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാരെല്ലാം കൊലക്കേസിൽ പ്രതികളായത്? അച്യുതാനന്ദൻ കൊലക്കേസിലെ കൊള്ളങ്ങര വാസുപിള്ളയുടെ കേസിനകത്ത് പ്രതിയായിരുന്നില്ലേ? അയാളെ ജീവരുന്ന മറ്റയാളെ ശിക്ഷിച്ചു, ഇദ്ദേഹത്തെ വിട്ടു. നയനാർ പ്രതിയായിരുന്നില്ലേ? അവരുടെ പഴയ സെക്രട്ടറി പ്രതിയായിരുന്നില്ലേ? ഇപ്പോഴത്തെ സെക്രട്ടറിയെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് മർഡറിനോട് ബന്ധപ്പെട്ട കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കോടതി ശിക്ഷിച്ചിട്ടില്ലേ ഹൈക്കോടതി? ഇപ്പോഴത്തെ സെക്രട്ടറി ഞാൻ വ്യക്തിപരമായിട്ട് അവരെ മോശമാക്കാനല്ല, ഇതൊരു പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ലീഡറെ ആ സ്ഥലത്ത് പറയാൻ സാധിക്കൂ? പക്ഷേ ഇത് നടക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് MLA മാരോ മന്ത്രിമാരോ വരണോ ഒന്നുമുള്ളതല്ല, മാറി ഭരണത്തിൽ വരുന്ന കക്ഷിയല്ല. അപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന സംഭവങ്ങളുണ്ട്. അതേസമയത്ത് അക്രമവാസന CPM എന്നൊക്കെ പറഞ്ഞ ധാരാളം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കൂടുതലും ഞങ്ങളുടെ ഞാനിതിന് കേസിന് പോകുന്നുണ്ട്, എനിക്കറിയാൻ സാധിക്കും. പലരും CPM ന്ന് വരുന്നതാണ്. ആ വരുന്നത് ശരിയോ ഒഴുകി വന്നോ? CPM ഇപ്പോഴും കേരളത്തിലെ 1ാമത്തെ കക്ഷിയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇന്നത്തെ ട്രെൻഡ് കാണുമ്പം ഇപ്പം ബാലഗോകുലത്തിൻ്റെ പരിപാടി ആഘോഷിക്കുന്നു, ശ്രീനാരായണ ഗുരുദേവൻ്റെ വരുന്നതായാലും ശരി, ഇതെല്ലാം ആലോചിക്കുന്ന സമയത്ത് അവരുടെ തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പരിശീലനം എന്താ? അപ്പോൾ ഇതിന് തടയിടാൻ പാർട്ടി അണികളിൽ കുടുക്കിയിടണമെന്നുള്ളൊരു വ്യഗ്രത പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ശ്രീ എം വി ഗോവിന്ദൻ, ഇവിടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ജനുസിന്റെ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം CPM-ന് ഉണ്ടെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം KJ ജേക്കബ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഈ തരത്തിലുള്ള കൊലയ്ക്ക് കൊല, കൈവെട്ടുകയാണെങ്കിൽ മറച്ചു വെട്ടുക, അങ്ങനെ ഒരു പാർട്ടി നയം CPM-നുണ്ടോ? ഇനി ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ പ്രേരണ ഇത് മറുകക്ഷിയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി പക്വമായി ഇടപെടേണ്ട ചുമതലയും ഉത്തരവാദിത്വവും CPM-നെ പോലെ കേരളത്തിൽ വലിയ ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ലേ?
അല്ല, സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന ഇവിടെ ചൂണ്ടിക്കാണിച്ച എല്ലാവരുടെയും അഭിപ്രായത്തോട് യോജിക്കുന്ന പാർട്ടിയാണ് CPIM. ഞങ്ങൾക്കൊരു സംശയമില്ല. ഞങ്ങൾ ഒരിക്കലും ആയുധം എടുക്കുന്നവരല്ല, ഞങ്ങൾ ഒരിക്കലും കലാപം നടത്തുന്നവരല്ല. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും പ്രതിരോധത്തിൻ്റെ ഒരു തരത്തിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. ഇനിയും അങ്ങനെ മാത്രമേ നിൽക്കുള്ളൂ. ഞങ്ങൾ കടന്നാക്രമിക്കുന്ന ഒരു പ്രശ്നമേ ഞങ്ങളുടെ മുമ്പിലില്ല. ഇവിടെ ജനുസിൻ്റെ പ്രശ്നമാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിവിടെ ശ്രീധരൻപിള്ള എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള BJPയുടെ ഉന്നതരായ നേതാവ് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ മഹാരാഷ്ട്രയുടെ ചിത്രം പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ ഏറ്റവും അവസാനം കർണാടകത്തിൻ്റെ ഞങ്ങൾ സ്വാധീനമുള്ള സ്ഥലങ്ങളിലുണ്ടാവും ഇല്ലല്ലോ, സംഘർഷം ഇല്ലല്ലോ എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അവസാനമായിട്ടുണ്ടായിട്ടുള്ളതാണല്ലോ കലബുർഗിൻ്റെ പ്രശ്നം. MM കലബുർഗി എന്ന് പറയുന്ന ഈ ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാധനനായിട്ടുള്ള എഴുത്തുകാരൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചിന്തകൻ, പുതിയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹത്തിന് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കർണാടക സംസ്ഥാനത്തിൻ്റെ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെയല്ലേ കൊന്നത്? 77 വയസ്സായി. ആ 77 വയസ്സായിട്ടുള്ള ഒരു മഹാമാന്യനായ പുരസ്കാരം പലതും നേടിയിട്ടുള്ള ഏറ്റവും പ്രമുഖമായ നിരവധി പുസ്തകങ്ങൾ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമൊക്കെ എതിരായിട്ട് എഴുതി പ്രചരിപ്പിച്ച ആ ക്രാന്തദർശിയെ മൃഗീയമായിട്ട് വെടിവെച്ചു കൊല്ലാൻ ഗോഡ്സെ ഗാന്ധിയെ കൊന്നതുപോലെ ഒരു മടിയും ഹിന്ദു വർഗീയവാദികൾക്ക് ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ എടുത്ത് പരിശോധിച്ചാൽ, പൂനെയിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദാബോൽക്കറിനെതിരായിട്ട് നടന്നിട്ടുള്ള കൊലപാതകം, അതുപോലെ തന്നെ അതിന് തുടർന്ന് വന്നിട്ടുള്ള പാൻസാരക്കെതിരായിട്ടുള്ള കൊലപാതകം, അതുപോലെ തന്നെ UR അനന്തമൂർത്തി എന്ന് പറയുന്ന ഈ ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായിട്ടുള്ള തീക്ഷ്ണശാലിയെ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്നാണ് RSകാർ BJPക്കാർ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന വർഗീയവാദികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെയൊക്കെ കടന്നാക്രമമുണ്ടോ അവിടെയെല്ലാം അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള പ്രസ്ഥാനം ഇല്ലാത്തപ്പോഴാണ് ഏകപക്ഷീയമായിട്ട് കൊന്നു തള്ളി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടന്നാക്രമണം നടന്നാൽ ആ കടന്നാക്രമത്തെ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ ഒരിക്കലും കടന്നാക്രമത്തിനില്ല. കടന്നാക്രമം വന്ന രാഷ്ട്രീയം CPIMനില്ല. ഞങ്ങൾ ആളെ കൊന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ പാർട്ടിക്കാണ്. ഈ UDFന്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം 28 സഖാക്കൾ മരിച്ചു, 28 സഖാക്കൾ രക്തസാക്ഷികളായി, 28 സഖാക്കളെ കൊന്നു. അതിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാമാണ് കേരളത്തിലെ ചിത്രം. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. ആ സമാധാനം തകർക്കാൻ വേണ്ടി ഏകപക്ഷീയമായിട്ടാണ് BJP ആക്രമണം നടത്തിയിട്ടുള്ളത്. അതാണ് ഞാൻ കാസർഗോഡിൻ്റെ അനുഭവം പറഞ്ഞത്. അതാണ് കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള വീടാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിനൊന്നും പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല, RSകാരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറില്ല, നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഞാൻ തിരിച്ചു വരാം. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ ഒരു പാർട്ടിയിൽ നിന്ന് കടന്നാക്രമണം ഉണ്ടാകുന്നു, മറു പാർട്ടി അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഏതായാലും അതിന്റെ നെറ്റ് റിസൾട്ട് അക്രമം ഉണ്ടാകുന്നു, മരണമുണ്ടാകുന്നു, കൊലപാതകം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയങ്ങളുടെ പേരിൽ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ നടക്കുന്നതാണോ കേരളത്തിൽ? അതല്ല, ഇപ്പോൾ പുതിയ സാഹചര്യങ്ങൾ, അതായത് കേന്ദ്രഭരണം BJPക്കുണ്ട്, അതിന്റെ കരുത്തുവെച്ച് കേരളത്തിൽ അക്രമം നടത്തി രാഷ്ട്രീയം സ്ഥാപിക്കാം എന്നുള്ള അവരുടെ വിചാരം ഇതിന്റെ പിന്നിലുണ്ടോ? അതല്ല, CPIMൽ നിന്നും ഒഴുക്കുണ്ടാകുന്നു, അത് തടയാൻ വേണ്ടി BJPക്കാരെ ശരിപ്പെടുത്തണം എന്ന തീരുമാനത്തിന്റെ പുറത്തുണ്ടാകുന്ന അക്രമങ്ങളാണോ? ഏത് സ്വഭാവത്തിലുള്ള അക്രമമാണ് ഇതിങ്ങനെ നിരന്തരം സംഭവിക്കുന്നത്? അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. കാരണം പലതരത്തിലുള്ള ഘടകങ്ങൾ ഇതിനകത്തുണ്ടാവണം. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ മുഖ്യധാരയിലുള്ള എല്ലാ പാർട്ടികളും പലതരത്തിൽ വയലൻസ് പ്രയോഗിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, സംഘപരിവാർ ആയാലും ശരി, അവരൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഈ വയലൻസ് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും സംഘപരിവാർ ആയാലും അതിൻ്റെ ഐഡിയോളജിയിൽ, അതിൻ്റെ ചിന്താതലങ്ങളിൽ, അതിൻ്റെ സിദ്ധാന്തപരമായിട്ട് അവർ വയലൻസിനെ റിജക്റ്റ് ചെയ്യുന്നില്ല. വയലൻസ് തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായിട്ട് പ്രയോഗിക്കുന്നതിന് സംഘപരിവാരവും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തയ്യാറാണ്. അതിപ്പം അതൊരു വസ്തുതയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ചെറിയ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് വരും. പക്ഷേ അത്
പിടിച്ചു നിർത്താൻ കഴിയാതെ ഒരു നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയാത്ത വിധം ഒരു വലിയ കൺഫ്ലാഗ്രേഷൻ, ഒരു ആളിക്കത്തലായിട്ട് വരുന്നത്. കണ്ണൂരൊക്കെ സംഭവിച്ചത് കഴിഞ്ഞ 25 കൊല്ലം നമ്മൾ അനുഭവം നോക്കി കഴിഞ്ഞാൽ കണ്ണൂർ ഇത് പിടിച്ചെടുക്കാൻ കഴിയാത്ത, നിയന്ത്രിക്കാൻ കഴിയാത്ത ഇത് സമൂഹത്തിനാകെ ആപൽക്കരമായ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇതിനെ ആരാണ് ഉത്തരവാദി എന്ന് പിന്നെ ഒരു വിച്ഛേദിക്കാൻ ശ്രമിക്കാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരുതരം ഒരു സമാധാനം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ലാതെ ആരാണ് കുറ്റവാളികൾ എന്ന് കണ്ടെത്തുന്നതിൽ ഒരു പ്രയോജനമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും, രാഷ്ട്രീയ സമൂഹമാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമങ്ങൾ കാണുന്നുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കേരള സർക്കാർ വലിയ പരാജയമാണ്. കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് അടിയന്തരമായിട്ട് പ്രതിരോധം സംഘടിപ്പിക്കാനല്ലാതെ ഈ വിഭാഗങ്ങളെ ഏറ്റുമുട്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണ് പലപ്പോഴും സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ആ കാര്യമാണ് ഗൗരവമായിട്ട് ആലോചിക്കുക. അധികാരികളാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൈവിട്ടു പോകുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. അവരെന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പരിശോധിക്കുന്നില്ല എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് വിജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് BJP-യും കോൺഗ്രസും തമ്മിൽ നടത്തുന്നു എന്ന ആരോപണം CPM നേതാക്കൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ പോലീസ് വളരെ അൺഫെയർ ആയിരുന്നു ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്ന ആക്ഷേപവും അവർക്കുണ്ട്. ചെക്കുട്ടി അവസാനം പറഞ്ഞ കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ, കാരണം BJP തുടങ്ങിയ കാലം തൊട്ട് ഞാൻ അതിൻ്റെ ജില്ലയിലോ സംസ്ഥാനത്തൊക്കെ ഉള്ള ചുമതലയുള്ള ആളാണ്. ഒരു കാര്യമുണ്ട്, ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിൽ വലിയൊരു റോളുണ്ട്. കാരണം എപ്പോഴും ഇപ്പോൾ BJP-ക്ക് വോട്ട് വർദ്ധിച്ചു, ഇതൊക്കെ വന്നപ്പോൾ CPM-ൻ്റെ മാത്രമല്ല, ഇപ്പം ഓരോ തിരുവനന്തപുരത്ത് രാജഗോപാലിന് കിട്ടിയ വോട്ടായാലും ശരി, അതുപോലെ അരുവിക്കരെ കിട്ടിയ വോട്ടിൻ്റെയൊക്കെ കണക്ക് നോക്കുമ്പം ഒരു വലിയ ട്രെൻഡ് ഇതിൻ്റെ അകത്തിനെ സംബന്ധിച്ചുള്ളത് UDF-ന് അത് വേറെ തരത്തിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. അത് അതിൻ്റെ ഒരു പഠനം ആവശ്യമുള്ള വിഷയമാണ്. അതിൽ എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സംഘർഷം, ഈ സംഘർഷത്തിൽ ശക്തമായ ചെക്കുട്ടി പറഞ്ഞതൊരു വളരെ ബേസിക് കാര്യമാണ്. വ്യക്തിപരമായി ഞാൻ പാർട്ടിയുടെ അഭിപ്രായമായിട്ടല്ല പറയുന്നത്, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ഇത് ഉണ്ടാകുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ശക്തമായ ആ നിലക്ക് 3 ശക്തികളായിട്ട് BJP കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എപ്പോഴും കിട്ടുക ഒരു പക്ഷെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കേഡറാവുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നാലും അതിനുള്ള സാധ്യതയാണ് ഇതുവരെയുള്ള അനുഭവം. അത് മറ്റും തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് BJP-ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക. അപ്പം ഞാനിത് സ്റ്റഡി ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ BJP RSS സംഘർഷം ഈ നടക്കുന്നത് എന്നും അതിൻ്റെ പൊളിറ്റിക്കൽ ഗെയിൻ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴവരുടെ ഈ കാര്യത്തിലുണ്ടാകുന്ന നിലപാടുകളെ സംബന്ധിച്ച് ശക്തമായി നേരിടുന്നതിനോ നടക്കട്ടെ, അത് പൊളിറ്റിക്കലി ഗുണമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടോയെന്ന് ഞാൻ ന്യായമായി സംശയിക്കും. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, ഇതുവരെയുള്ള അനുഭവത്തിൽ. അതുകൊണ്ടാവാം ഇത്തരം പ്രശ്നങ്ങൾ. ചെറിയപ്പം ഒരു വീട് കത്തിച്ച സംഭവത്തെ സംബന്ധിച്ചിടത്തോളം, കള്ളു പിടിച്ച്, ഇതെല്ലാം ഈ വിഷു ഓണത്തിന് നടന്ന സംഭവങ്ങളെല്ലാം വെള്ളികുളങ്ങരയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നേരിട്ട് കേസ് നടത്തുകൊണ്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഈ സംഭവങ്ങൾ ഞാൻ വിളിച്ചു ചോദിക്കുമ്പം ഇതൊക്കെ ഒരു തരം മദ്യത്തോട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഉണ്ട്. അൺഫെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് എപ്പോഴും ഇവിടെ ചേർല എന്താ, ഏത് ക്രിമിനൽ കേസ് നടന്നു കഴിഞ്ഞാലും പാർട്ടിക്കാരുമായിട്ട് സന്ധി ഉണ്ടാക്കിയിട്ട് കുറെ പ്രതികളെ കൊടുക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ജയശമാഷമൊക്കെ നമ്മൾ കണ്ടതല്ലേ, പിന്നീട് തെളിയിക്കപ്പെട്ടതല്ലേ. ഇങ്ങനെ നടക്കുന്ന ഒരു സ്റ്റേറ്റ് വേറെ ഇന്ത്യയിൽ എവിടെയാണ് ഉള്ളത്? മെയിൻ പ്രതികളെ പിടിക്കണ്ടേ, ഏത് പ്രസ്ഥാനത്തിൻ്റെ ആയാലും, A പാർട്ടി ചെയ്താലും B പാർട്ടി ചെയ്താലും പിടിക്കണ്ടേ. മറിച്ചൊരു ധാരണയെ കൂടെ പിടിച്ച ആൾക്കാരെ കൊടുക്കും, അവരുടെ പേര് കള്ളസാക്ഷികളെ വിസ്തരിച്ചിട്ട് തെളിവുകൾ കൊടുക്കും, ജീവരെന്നും കിട്ടിയെന്ന് വരും. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഗൗരവമുള്ള. അതുകൊണ്ട് ഞാനത് പറയുമ്പം ഞാനതിന് ഈ ഗവൺമെൻറ് ഇതിൽ UDF-ൻ്റെ കൈകൾ ഒരിക്കലും ശുദ്ധമല്ല എന്ന് 101% ഞാൻ വിശ്വസിക്കുക. ശരി, നിങ്ങൾ എപ്പോഴും ഒരു ഭാഗത്ത് ഉണ്ടാകണം എന്ന്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് കോൺഗ്രസിന് താല്പര്യമുണ്ടെന്നിരിക്കെ, അല്ലെങ്കിൽ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാകാതെ ഗോപി വ്യാഖ്യാനിക്കുന്ന തരത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇതിൻ്റെ അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ ഗെയിൻ ക്ലാഷസിൻ്റെത് UDF മുതലെടുക്കുന്ന അനുഭവമാണ് കേരളത്തിൽ. CPM-ന്റെ ആക്ഷേപം താങ്കൾക്കറിയാം. നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് തയ്യാറാകുന്നില്ല എന്നതാണ് അവരുടെ CPM-ന്റെ അതൊന്നും ശരിയല്ല. CPM-ന് വളരെ ശക്തമായി പോലീസിൽ സ്വാധീനമുണ്ട്, മറ്റാരേക്കാളും കൂടുതൽ സ്വാധീനമുണ്ട്. കാരണം 5 കൊല്ലത്തിലൊരിക്കൽ മാറിക്കഴിഞ്ഞാൽ വരേണ്ടവരാണ്. ഏത് ഓഫീസറാ ഇപ്പം ശ്രീധരൻപിള്ള പോയി പറയുന്നതും ഗോവിന്ദ മാഷ് പോയി പറഞ്ഞാൽ ഗോവിന്ദ മാഷ് പറയുന്നതിനൊപ്പം നിൽക്കുന്നതല്ലാത്ത ഏത് പോലീസ് ഓഫീസറാണ് കേരളത്തിലുള്ളത്? കാരണം അവർക്കറിയാം നാളെ വരും. അപ്പോൾ ഗോവിന്ദ മാഷോ അല്ല പിണറായിയോ, അതുകൊണ്ട് അവർ അൺഫെയറായിട്ട് ഗോവിന്ദ മാഷ് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ നിലപാടെന്താ, എങ്ങനെങ്കിലും എൻ്റെ തടി രക്ഷപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്ന പോലീസാണ്. അതിനനുസരിച്ച് പോകുന്ന ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സിന് വേണ്ടി കോൺഗ്രസ് എക്കാലത്തും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് മൊയാരത്ത് ശങ്കറിൻ്റെ കാര്യം തൊട്ടുള്ള കാര്യങ്ങൾ പറയാനിടയായതുകൊണ്ടാണ്. ഈ ഹിസ്റ്ററി നോക്കണം. അപ്പം ഞങ്ങൾ നോക്കട്ടെ ഗോപി, ഞങ്ങൾ കേരളത്തിൽ ഈ ക്ലാഷുകളൊക്കെ വന്നിട്ട് എത്ര ഉണ്ടാവും? 30-35 കൊല്ലമായിട്ടുണ്ടാവും. അതിന് മുമ്പ് ഒരു മന്ത്രിസഭ പിരിച്ചുവിട്ട അക്രമത്തിൻ്റെ പേരിലല്ലേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അക്രമം നടന്ന സംസ്ഥാനം എന്നുള്ള നിലക്കല്ലേ പിരിച്ചുവിട്ടത്?
എത്രയോ സംഭവങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഉന്നതരായ നേതാക്കന്മാരെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു പാർട്ടായി മാറിയത് കേരളത്തിലാണ്. അതിൽ കോൺഗ്രസിൻ്റെ പങ്ക് 24ഓളം ആൾക്കാർ കണ്ണൂർ ജില്ലയിൽ മാത്രമായിട്ട്. ഇപ്പോൾ മട്ടന്നൂരിൽ അച്യുതമേനോൻ അധികാരത്തിൽ വന്നു, ബസ് യാത്ര ചെയ്ത് 5 പേരെ കൊന്നില്ലേ മട്ടന്നൂർ KSRTCയിൽ. ചീമേനിയില്ലേ വോട്ടവകാശം വിനിയോഗിച്ചതിൻ്റെ പേരിൽ മോളി വെച്ചിട്ട് കത്തിച്ചില്ലേ. ഇതൊക്കെ BJP-കാരുടെ ക്ലാഷാണോ? എം വി ഗോവിന്ദൻ, താങ്കളുടെ മറുപടി. അല്ല, ഞാനിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്, കോൺഗ്രസ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടുത്ത കടന്നാക്രമണം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. BJP അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളാണ് കോൺഗ്രസിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മാർക്സിസ്റ്റുകാരെ വകവരുത്താൻ പറ്റിയ പാർട്ടി എന്ന രീതിയിലുള്ള മത്സരമാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു തരത്തിലുള്ള മുഖപരിചയം പോലും ഇല്ലാത്ത ആളുകളെ CPIM-ന്റെ പ്രവർത്തകരോ അനുഭാവികളോ ആയിട്ടുണ്ടാവുമോ എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഒരു ഘട്ടത്തിൽ ഈ കണ്ണൂർ ജില്ലയിലെ ബീഡി കമ്പനികളിലേക്ക്, പ്രത്യേകിച്ച് തലശ്ശേരി താലൂക്കിൽ ബീഡി കമ്പനികളിലേക്ക് ബോംബെറിഞ്ഞ് ഞങ്ങളുടെ നിരവധി സഖാക്കളെ കൊലപ്പെടുത്തി. ഒരു ദിവസം കൃത്യമായിട്ട് ഒരു സമയത്ത് ബോംബാക്രമണം നടത്തി. ആ ബോംബാക്രമണം നടത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ് എന്നുള്ളത് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ വന്നവരാണെന്ന് പിന്നീട് മനസ്സിലായി. കാരണം ആ ബോംബാക്രമണത്തിൽ മരിച്ചവർ, അതുപോലെ തന്നെ പരിക്കേറ്റവർ, ഇവരാരും ഈ ബോംബെറിഞ്ഞവർക്ക് പുകപരിചയമുള്ളവരല്ല, അവർക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരല്ല. നേരെ മറിച്ച് 80കളുടെ ആദ്യമുണ്ടായ ഏറ്റവും വലിയ കടന്നാക്രമണമാണ്. കണ്ണൂർ ജില്ലയെ RSS BJP ദത്തെടുത്തു. CPIM-നെ അവസാനിപ്പിക്കുക. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മേഖലയായ ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കണ്ണൂരാണ്. ആ കണ്ണൂരിലെ പാർട്ടിയെ തകർക്കാൻ കഴിഞ്ഞാൽ പിന്നെ CPIM-നെ തകർക്കാനാവും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനാവും. അതിന് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ BJP-ആണ് അത് നിർവഹിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 2 കോടി രൂപ പരസ്യമായിട്ട് കൈമാറിയത്, ഞങ്ങൾ ഈ ജില്ലയെ ദത്തെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് RSS BJP നേതൃത്വമാണെന്ന് നമ്മൾ മറക്കണ്ട. 1980കളുടെ മധ്യത്തിലാണ് ശക്തമായ രീതിയിലുള്ള ഈ കടന്നാക്രമണത്തിൻ്റെ ഒരു ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത്. അതിനെയൊക്കെയാണ് ഞങ്ങൾ അതിജീവിക്കേണ്ടി വന്നത്. ഞങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടോ അതുപോലെ മറ്റേതെങ്കിലും സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ല ഇതിനെ അതിജീവിച്ചത്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്. ആവാലവൃദ്ധം ജനത, കുറേ മസിൽ പവറുള്ള കുറേ ആളുകളല്ല, ആവാലവൃദ്ധം ജനതയെ അണിനിരത്തിക്കൊണ്ടാണ് ഇതിന് ശ്രമിച്ചിട്ടുള്ളത്. സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് CPIM ഒരിക്കലും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് വരാം. നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ശ്രീ MV ഗോവിന്ദൻ, ശ്രീ NP ചേക്കുട്ടി, ശ്രീ KJ ജേക്കബ്. ചർച്ച തുടരുന്നു. ശ്രീ KJ ജേക്കബ്, ഈ നടന്ന കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ നിസ്സാരമായ ചില വാക്കുതർക്കത്തിന്റെ പേരിൽ, ഓണാഘോഷ പരിപാടിയിൽ ഉണ്ടായിട്ടുള്ള നിസ്സാരമായ ചില വാക്കുതർക്കങ്ങൾ, അല്ലെങ്കിൽ അത്ര എടുത്തു പറയാൻ കാരണങ്ങളില്ലാത്ത കാര്യങ്ങളിലാണ് ഇത് അക്രമങ്ങളിലേക്ക് വഴിമാറുന്നത്. അപ്പോൾ കണ്ണൂരിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകൾ മറ്റു ജില്ലകളിൽ ഇതേപോലെ സംഭവിക്കുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ കാരണം ഉണ്ടാകേണ്ടതല്ലേ? അതെന്താണ്? അതിലൊരു രാഷ്ട്രീയ കാരണം ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെയും തോന്നൽ. അപ്പൊ എനിക്ക് നമ്മുടെ ചർച്ചയിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ അകത്ത് ഇൻവിസിബിൾ ആയിട്ടൊരു ഫാക്ടർ UDF ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിലെല്ലാവർക്കും പങ്കുണ്ട്. ഇതിൽ ചിലർ ആക്റ്റീവ് പ്ലേയേഴ്സാണ്, ചിലർ പാസീവ് പ്ലേയേഴ്സാണ്. എല്ലാവർക്കും അവരവരുടേതായ അജണ്ടയും ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ക്ലാഷ് കേരളത്തിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് UDF ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ നമ്മളുടെ മാധ്യമ കവറേജിന്റെ ഒരു പ്രത്യേകത കൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസോ UDF-ഓ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ വലിയ തോതിൽ വാർത്തയാവാറില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുണ്ട് വലിയ വ്യത്യാസമായിരുന്നു തൃശ്ശൂരുണ്ടായ ഒരു കൊലപാതകം കഴിഞ്ഞ മാസം ഉണ്ടായത്. അതോടുകൂടിയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതിലൊരു മന്ത്രിയുടെ പേര് പോലും വലിച്ചിഴക്കത്തക്ക വിധത്തിലേക്ക് കോൺഗ്രസിൽ ആൾക്കാരുണ്ട് എന്നൊരു ചർച്ച പൊതുസമൂഹത്തിൽ വരാൻ ഇടയായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള UDF സർക്കാരിന്റെ ഇമേജിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടി. അപ്പം ഭരണപരമായ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു തൃശ്ശൂർ നടന്ന ആ കൊലപാതകം. അതോടുകൂടി എല്ലാവരും ഏകദേശം തുല്യരാണ് എന്നുള്ള ഒരു ബോധം അറിഞ്ഞോ അറിയാതെ കേരള സമൂഹത്തിൽ പരന്നിട്ടുണ്ട്.
ഇതിന്റെ അകത്തുനിന്ന് UDF-ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഒരു CPM BJP അവർ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വീണ്ടും ഇത് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒരു ബെനിഫിഷ്യറി UDF ആകും. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് സംശയം പോലീസ് ആക്ഷൻ ഇതിന്റെ ഭാഗത്ത് പലപ്പോഴും വളരെ ടാഡിയായിട്ടാണ് വേണ്ട പോലെ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അത് മലബാറിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് ശ്രീ ശ്രീധരൻപിള്ളയ്ക്ക് നന്നായിട്ട് അറിയാം, ഗോവിന്ദ മാഷക്ക് അറിയാം, ശ്രീ ചെക്കുട്ടിക്ക് അറിയാം. ഇതിൽ നടക്കുന്നത് 1990-കളിൽ ഞാൻ അവിടെ ഒരു പത്രപ്രവർത്തകനായിട്ട് പണി തുടങ്ങി റിപ്പോർട്ട് ചെയ്യാം. അന്ന് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അന്ന് DCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, പോലീസ് പ്രതികളെ പിടിക്കില്ല. പോലീസ് മുമ്പ് പറഞ്ഞതുപോലെ ഒരു ലിസ്റ്റ്, ഏതെങ്കിലും RSSകാരൻ മരിച്ചാൽ CPM-കാരൻ ഒരു ലിസ്റ്റ് കൊടുക്കും, CPM-കാരൻ കൊല്ലപ്പെട്ടാൽ RSSകാരൻ ലിസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെട്ട BJP ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്ത് ഇങ്ങനെ നിയമവാഴ്ച ഇല്ലാതാകുന്ന ഒരവസ്ഥ. അപ്പം ഓരോരുത്തർക്കും അവരവരുടെ പൊളിറ്റിക്കൽ അജണ്ട മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിയമവാഴ്ച ഇല്ലാണ്ടാവുന്നു. അതിന്റെ അകത്തുനിന്ന് ഓരോരുത്തരുടെ സൗകര്യം പോലെ അതിന്റെ അകത്തുനിന്ന് മുതലെടുപ്പ് നടക്കുന്നു. ഇതില്ലാതാകണമെങ്കിൽ നിയമവാഴ്ച കൃത്യമായി നടന്നേ പറ്റൂ. ഈ ആസൂത്രിതമായ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ള തോന്നൽ എനിക്കില്ല. പക്ഷെ അതില്ലാതാക്കാൻ പറ്റണമെങ്കിൽ ഈ കൊലപാതകം നടത്തുന്ന ആൾക്കാരെ കൃത്യമായി കണ്ടുപിടിക്കാനും അവരെ ശിക്ഷിപ്പിക്കാനും, നമ്മൾ ഇതിന്റെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന കാര്യം, ഇതിനകത്ത് എത്ര പേർക്ക് സുപ്രീം കോടതി കൺഫേം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വിചാരണ കോടതിയിലോ ഹൈക്കോടതിയിലോ ചിലപ്പം ശിക്ഷ നടന്നേക്കും. പക്ഷെ മിക്കവാറും പേര് സുപ്രീം കോടതി എത്തുമ്പോഴത്തേക്കും ഈ പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് നിയമത്തെക്കുറിച്ച് ഭയമില്ല, പാർട്ടികൾ അവരെ സംരക്ഷിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് മുമ്പ് ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഈ ജനസ് എന്ന് പറയുന്നത് ഒരു ഭാഗം നിയമത്തോടുള്ള ബഹുമാനമില്ലായ്മ തന്നെയാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. അതില്ലാതെ ആയാൽ മാത്രമേ നമുക്കിതിനെ അങ്ങനെ നിയമത്തോടുള്ള ഭയം ആൾക്കാരിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അതല്ല താങ്കൾ ജേക്കബ് പറഞ്ഞ ഈ നിരീക്ഷണങ്ങളോട് പൂർണ്ണമായും താങ്കൾ യോജിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടാതെ പോവുക, അവർക്ക് പാർട്ടിയുടെ സംരക്ഷണവും പരിരക്ഷയും ലഭിക്കുക, ഒരു കേസിലും ഇത് ആസൂത്രണം ചെയ്യപ്പെട്ട തലങ്ങളിലേക്ക് അന്വേഷണം ചെന്നെത്താതിരിക്കുക, ഒരു കേസിലും നേതാക്കൾ ശിക്ഷിക്കപ്പെടാതിരിക്കുക, ഇതൊക്കെയാണോ കേരളത്തിൽ സമാന സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടാനുള്ള കാരണം? കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, അത് നടത്തുന്നവർ എല്ലാവരും തന്നെ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ്. തീർച്ചയായും അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെങ്കിലും അത് തെളിയിക്കാൻ കഴിയില്ല. ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊലപാതകങ്ങൾ നടത്തുന്നത്, ആക്ച്വലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ്. അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധം അത്ര എളുപ്പത്തിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്നത്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും സംഘടിപ്പിക്കുന്ന നേതൃത്വത്തിലുള്ള ആളുകളെ നമുക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരേ ഒരു വഴി, നമ്മൾ ഈ കക്ഷികളൊക്കെ തന്നെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വമുള്ള ആളുകളാണ്, നമ്മളിവരെ അധികാരത്തിൽ ഏൽപ്പിക്കുന്നവരാണ്, നമ്മൾ ജനങ്ങൾ അവരിൽ വിശ്വാസം അർപ്പിക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ അങ്ങനെ നേതാക്കൾ പിടിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നേതാക്കൾ ഒഴിവായി കഴിഞ്ഞാൽ നിയമവാഴ്ചയും രാഷ്ട്രീയ വാഴ്ചയും ഇല്ലാതാകുക മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഒരു ജനാധിപത്യ സമൂഹമാണ്. ഈ സമൂഹത്തിനകത്ത് ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ജനപിന്തുണയുള്ള കക്ഷികളാണ്. സ്വാഭാവികമായിട്ടും ഒരേ ഒരു വഴി രാഷ്ട്രീയ പ്രവർത്തനം കുറെ കൂടി മാന്യമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലേറ്റവും സംഘർഷങ്ങളുള്ള സമയത്ത് അത് പറഞ്ഞു തീർക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. മൂന്നാമതായി നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ശ്രീധരൻപിള്ള ഒരു പറഞ്ഞ കാര്യമുണ്ട്. ഈ പല കേസുകളിൽ, സമീപകാലത്തുണ്ടായ കേസുകളിലൊക്കെ തന്നെ വന്നിരിക്കുന്നതെന്നാണ് മദ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ കാരണം എന്താണ്? ഇന്ന് കേരളത്തിലെ മദ്യ വ്യവസായം എന്ന് പറയുന്നത് ഒരു കുടിൽ വ്യവസായമായി മാറിക്കഴിഞ്ഞു. അത് നേരത്തെ സർക്കാർ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇടപാട് ഇപ്പം കേരളത്തിന്റെ എല്ലാ മൂലകളിലും, എല്ലാ വഴികളിലും, ഇടവഴികളും, വീടുകളിലും ഇന്ന് മദ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു മാഫിയ സെറ്റപ്പ് കേരളത്തിൽ വളർന്നു വന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന സംഘർഷങ്ങളെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ കുറെ കൂടി ഒരു സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ തന്നെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ. ശ്രീ MV ഗോവിന്ദൻ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, സംഘർഷത്തിന്റെ രണ്ട് ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരാണ് നിങ്ങൾ. ഇതുപോലെയുള്ള സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകരാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന ബോധ്യം എനിക്കുണ്ട്. ശ്രീ MV ഗോവിന്ദൻ, എങ്ങനെ ഇത് നടപ്പാക്കാൻ നമുക്ക് കഴിയും? എങ്ങനെ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിയും? എങ്ങനെ ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ രണ്ടുപേരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പെരുമാറാൻ കഴിയും?
അല്ല, ഞങ്ങൾക്കതിൽ വേറെ തർക്കമൊന്നുമില്ല. ഇപ്പോൾ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ അങ്ങോട്ടും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങോട്ടും കടന്നാക്രമണത്തിൻ്റെ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ മുഴുവൻ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ഭരണകൂടത്തിന് സാധിക്കണം. ഭരണകൂടം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ച എൻ്റെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് UDFന്റെ ഗവൺമെൻറ്റിന് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയെ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുകയാണ്. BJP ആ സൗകര്യം ഉപയോഗിക്കുകയാണ്. ഇത് രണ്ടും ചേർന്നതാണ് ഇവിടെ കേരളത്തിൻ്റെ മുമ്പിലുള്ള പ്രശ്നം. BJP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, UDF എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചേക്കൂട്ടി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യത്തിൽ ഞങ്ങളൊരു കാര്യം വ്യക്തമാക്കുകയാണ്. ഒരു തരത്തിലും സംഘർഷവും അതുപോലെ തന്നെ കൊലപാതകവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് CPIMന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഗുണം ചെയ്യുന്നൊന്നല്ല. അക്രമത്തിന് വിധേയപ്പെട്ടുകൊണ്ട് തകർന്നു പോകുന്നൊരു പാർട്ടിയാണ് CPIM എങ്കിൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സഖാക്കളെ, ഏറ്റവും കൂടുതൽ പാർട്ടി പ്രവർത്തകരെ, നേതാക്കന്മാരെ നഷ്ടപ്പെട്ട പാർട്ടി. ഈ പാർട്ടി പണ്ടേ ഇല്ലാതാവേണ്ടതാണ്. അതുകൊണ്ട് അക്രമം കൊണ്ടൊരു പാർട്ടിയെയും നശിപ്പിക്കാനാവില്ല എന്നുള്ളതിന് ഈ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ തെളിവാണ്. അതുകൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള, സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാനാവണം. അതിനാവശ്യമായ സമീപനം, ഈ കടന്നാക്രമിക്കുന്ന രീതി BJP ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഫലപ്രദമായ എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങൾ BJP അങ്ങനെ ചെയ്യുന്നു, കോൺഗ്രസിന് വേണ്ടി. ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കാം. നിയമവാഴ്ചയിൽ ഇപ്പം ശ്രീധരൻപിള്ള എൻ്റെ ഭാഗത്തും അദ്ദേഹം CPMന്റെ ഭാഗത്തും പറയും, അല്ലെ മറ്റുള്ളവർക്കൊക്കെ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആത്യന്തികമായിട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ലീഡർഷിപ്പ് ആസൂത്രണമായി ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ആരാ? തെളിവുകൾ നോക്കിയിട്ട് വിചാരണ നടത്തുന്ന കോടതികളാണ്. ഞാൻ 3 കേസ് ഗോവിന്ദ മാഷോട് ചോദിക്കാം. പന്നന്നൂർ ചന്ദ്രൻ നായനാർ അധികാരത്തിൽ വന്ന് 3-ാം ദിവസം പിക്കറ്റ് പോസ്റ്റ് പോലും മാറ്റിയിട്ട് ചെയ്ത സംഭവത്തിൽ നേതാക്കന്മാരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആ ജഡ്ജ്മെൻറ്റിൽ ശുപാർശ ചെയ്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തതാണ്. പിന്നെ ജയകൃഷ്ണ മാഷ കേസ് 2ാമത്തെ കേസ്. 3ാമത്തെ കേസ് കോടിയേരിയുടെ നാട്ടിൽ നടന്ന ദാസൻ വധം, മരിച്ചത് CPMകാരായാലും അതിനകത്തുള്ള ഈ നേതൃനിരകളുടെ പങ്കിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു 6-7 ജഡ്ജ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. UDF LDFും ഗവൺമെൻറ്റുകളാണല്ലോ നേതാക്കന്മാരുടെ പങ്ക് അന്വേഷിക്കാൻ കോടതി റെഫർ ചെയ്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്ത കേസുകളിൽ ഒരന്വേഷണം നടക്കാത്തൊരു നാടായത്. ആ UDF LDFും ഭരിക്കുന്ന നാടായത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ പങ്കിനെ പറ്റി, ലീഡർഷിപ്പിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കേസ് ഏതെങ്കിലും ട്രയലിൽ പഠിച്ചായിട്ട് സാധിക്കൂ? അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പരിശോധിക്കേണ്ടത് 2 കൂട്ടരും തൂക്കം ഒപ്പിച്ചാൽ മതിയോ? അതുകൊണ്ട് ഇക്കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPMനെ സംബന്ധിച്ച് ആ ഒരു കാഴ്ചപ്പാടാണ് അവർ പോകുന്നത്. നമ്പർ 1. 2ാമത് പരിഹരിക്കാനുള്ള പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് CPM വിചാരിച്ചാൽ, കാരണം കേരളത്തിലെ ഏറ്റവും കേഡർ പാർട്ടിയായിട്ടുള്ള പാർട്ടിയാണ്, ആ പാർട്ടി വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ ഇത് 6ഓളം ജില്ലകളിൽ നടക്കുന്നു, കണ്ണൂർ മാത്രമല്ല. ഈ 6 ജില്ലകളിൽ നടന്ന 6 ജില്ലകളിൽ വ്യത്യസ്തമായ സംഭവങ്ങളുണ്ട്. മരിക്കുന്നതിനേക്കാൾ വീട് കത്തിക്കലും മറ്റുള്ള കാലം നടന്ന് ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായി, ഞാൻ അതുകൊണ്ടാണ് ഈ ബാലഗോകുലത്തിൻ്റെ പരിപാടിക്ക് പകരമായിട്ടുള്ള പരിപാടി തുടങ്ങാൻ പോകുന്നതും ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒക്കെ ഇപ്പോൾ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? കാലിൻ്റെ അടിയിലെ മണ്ണ് പോകുന്നു, പിടിച്ചു നിർത്തണം. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ചെയ്തോളൂ. പക്ഷേ ഈ നിലയിലേക്ക് പോകുന്നത് കൂടുതൽ ആപത്കരമാകുകയുള്ളൂ BJPയെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റേ വർഗീയ കലാപം ഉണ്ടോ, ഇപ്പോൾ കർണാടകത്തിലൊരു സംഭവത്തെ പറ്റി അദ്ദേഹം വിധി പ്രസ്താവിച്ചു, ഇന്നയാളെ അറസ്റ്റുകാരെ ചെയ്തെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം അത് അത്തരം സംഭവങ്ങൾ അവിടെ നിൽക്കട്ടെ. പൊളിറ്റിക്കൽ ക്ലാഷ് ബിറ്റ്വീൻ എനി പൊളിറ്റിക്കൽ പാർട്ടീസ്, ഞങ്ങൾ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് CPMനോട് ഞങ്ങൾക്ക് വിരോധമുണ്ട്, കമ്മ്യൂണിസം ഇല്ലാതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ? അതില്ല, കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ 48 മുതൽ പറയാൻ കാരണം. ഇത് പരിശോധിക്കേണ്ട പ്രശ്നമാണ്. ഈ കാഴ്ചപ്പാട് മാറണം. ടു എലിമിനേറ്റ് എന്നുള്ള, ഇല്ലാതാക്കുക എന്നുള്ള വർഗ്ഗസമരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാട്, സ്റ്റാലിൻ കാഴ്ചപ്പാട്, അതൊന്നും മാറ്റിയാൽ കേരളത്തിലെ പ്രശ്നം മാറും. ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എവിടെ നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ 3% വോട്ടിലേക്ക് എത്തിയിട്ട് ഇല്ലാതായിക്കൊണ്ട് കേരളത്തിൽ മാത്രം ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രക്രിയ തുടരും. അതുകൊണ്ട് നമുക്ക് സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാക്കാം. ജേക്കബ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ശ്രീ ജേക്കബ്, ഏത് തരത്തിലാണ് നമുക്ക് ഈ പ്രശ്നത്തിന് ഇനി പരിഹാരം കാണാൻ കഴിയുക? വളരെ എളുപ്പമല്ലത്. അത് രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് നേതാക്കന്മാരെ അങ്ങോട്ട് അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ അവരെ പിടികൂടുക എന്നുള്ളതല്ല. മിനിമം ആയിട്ട് നമ്മൾ ചെയ്യേണ്ട, ഇതിൽ നേരിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരെ എങ്കിലും
അവരെ എങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരവസ്ഥ ഉണ്ട് എങ്കിൽ, നിയമത്തോട് ഭയമുണ്ട്, ഇതിന് മുമ്പിട്ടിറങ്ങുന്ന ആൾക്കാരെങ്കിലും അതിനങ്ങനെ വരാത്തൊരവസ്ഥ ഉണ്ടാകും. രണ്ട്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നത് പോലെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ വയലൻസിന് യാതൊരു റോളും ഇല്ല. നമ്മൾ എവോൾവ് ചെയ്ത് 21 നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. കൊന്നുകളയാം എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയത്തിനൊന്നും യാതൊരു റെലവൻസും ഇല്ല എന്നുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിയമത്തിൽ ഊന്നിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനത്തിൽ കൂടി അല്ലാതെ ഒന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര അക്രമ പ്രവർത്തനങ്ങളുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരുടെ കയ്യിലും രക്തത്തിന്റെ കറയുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു തുടക്കം എന്ന നിലയ്ക്ക് നിയമവാഴ്ചയുടെ ഒരു അടിസ്ഥാനപരമായ ഒരു കൊലപാതകം നടന്നാൽ അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുവരുത്താൻ, ഇപ്പൊ ഈ പറയപ്പെടുന്ന നിങ്ങൾ രണ്ടുപേരും പറയുന്ന കേസുകളിൽ, അല്ലെങ്കിൽ UDF-കാരുണ്ടെങ്കിൽ അവരും കൂടെ പറയുന്ന കേസുകളിൽ എത്ര പേര് ഫയലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ തപ്പുമ്പോഴാണ് ഇതിന്റെ ദയനീയാവസ്ഥ വരിക. അപ്പോൾ നിയമവാഴ്ചയും നിയമത്തിന്റെ പ്രോസസ്സും ഉറപ്പിച്ച് പറയുക എന്നുള്ളതല്ലാതെ ഇതിന്റെ അകത്തുനിന്ന് രക്ഷയുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, ആശയ ഭിന്നതയുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് അക്രമത്തിന്റെ പേരിലല്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി സമാധാനം കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. വളരെയധികം നന്ദി ശ്രീ MV ഗോവിന്ദൻ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ശ്രീ NP ചേക്കുട്ടി, ശ്രീ KJ ജേക്കബ് ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.